ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യാം. ഞാൻ ആദ്യം ഒരു പലക എടുത്ത് വെച്ചു. ഇതാണ് എൻ്റെ 6 ഫീറ്റ് ക്രിസ്മസ് ട്രീ. ഇത് ഞാൻ എവിടെ നിന്നാ മേടിച്ചതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. കാരണം മുമ്പ് ഞാൻ 2 വീഡിയോസ് ഇട്ടിരുന്നു. അതിലൊരിടത്ത് ആ ട്രീയുടെ കുറിച്ചും ട്രീയുടെ പ്രൈസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ട്രീ എവിടെ നിന്നായിരിക്കും വന്നിട്ടുള്ളതെന്ന്. ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണ് കേട്ടോ. കാരണം ആമസോൺ, ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ലുലു മോളിലൊക്കെ ഞാൻ പോയായിരുന്നു. അവിടത്തെയൊക്കെ ട്രീസിൻ്റെ റേറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. ഈവൻ ലുലുവിൽ 3000 4000 ഓരോ ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് തോന്നിയ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന്. ബട്ട് ടു ബി ഓണസ്റ്റ്, ആ ക്വാളിറ്റി ഡിഫറൻസ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇതൊരു ക്രിസ്മസ് ട്രീ ആണ്. നമുക്കിത് ജീവിതകാലം മുഴുവൻ എന്താ പറയുക ഉപയോഗിക്കാമെന്നോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതും ഇരിക്കും. എൻ്റെ 5-6 വർഷമായിട്ടിരിക്കുന്ന ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ അതിൻ്റെ ക്വാളിറ്റി കൂടുതലാണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. ബട്ട് ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഇൻവെസ്റ്റ് ഓൺ എ വെരി എക്സ്പെൻസീവ് ക്രിസ്മസ് ട്രീ. അതൊരു മണി വേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ ട്രീസ് ആയിരുന്നാലും, ഈ 3000 4000 ട്രീ ആയിരുന്നാലും ഒരു ഫുള്ള് ലുക്കിംഗ് എങ്ങുമില്ല. എനിക്കത് തോന്നിച്ചില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗാർലൻസും കൂടി മേടിച്ചായിരുന്നു. എഗെയിൻ ഗാർലൻസിൻ്റെ പർച്ചേസ് ഞാൻ വേറൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളതെന്ന്. അതെല്ലാം നിങ്ങൾക്ക് പോയി കാണാം. താങ്ക്ഫുള്ളി എല്ലാം എൻ്റെ വീടിനടുത്തുള്ള കടകളിൽ നിന്ന് മേടിക്കാൻ എനിക്ക് പറ്റി. ഒരുപാട് ദൂരെ പോയി മേടിക്കേണ്ടി വന്നില്ല. ആൻഡ് അതിന് ഞാൻ ഈ 3 സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ ഗാർലൻസാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. എനിക്കൊന്ന് ഒരു 7-8 ഗാർലൻസാണ് ഞാൻ ചുറ്റ് ചെയ്തത്. അത്രയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഒരു ഫുൾ ലുക്കും ഉണ്ടായിരുന്നു. പിന്നെ ഓർണമെൻറ്റ്സ് എൻ്റെ കയ്യിൽ മുമ്പേ ഉള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ലൈക്ക് 10-year old ഓർണമെൻറ്റ്സ് വരെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഇത്തവണ മേടിച്ചു. ഞാൻ ഇതിൻ്റെ തീം വെച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ, ഒരു റെഡ് തീമാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റി. ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂറാണ് എനിക്ക് കംപ്ലീറ്റ് ഡെക്കറേഷന് സമയമെടുത്തത്. ആൻഡ് ഇറ്റ് ടേൺ ഔട്ട് ടു ബി ജസ്റ്റ് വണ്ടർഫുൾ. പിന്നെ നമ്മുടെ ഫെയറി ലൈറ്റ്സ് ഞാൻ തപ്പിയായിരുന്നു കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ആമസോണിൽ നിന്ന് വന്നത് എൻ്റെ ഡിഫക്റ്റീവ് ആയിരുന്നു. ആൻഡ് എനിക്കത് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. താങ്ക്ഫുള്ളി എൻ്റെ കയ്യിൽ ഈ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, ട്രഡീഷണൽ ലൈറ്റ്. ബട്ട് ഇറ്റ് വർക്ക് വെൽ ഫോർ മീ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇനി ഫെയറി ലൈറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ആൻഡ് ഫൈനൽ ഔട്ട്കം ഇസ് ദിസ്. ആൻഡ് എൻ്റെ പഴയ ട്രീ ഒരു 10 എത്രയോ വർഷം പഴകിയ ട്രീ ആണ് കേട്ടോ. അതും കൂടി എടുത്ത് വെച്ചേക്കണം. 5-6 വർഷം പഴകിയ ട്രീ ആണ്. അപ്പോൾ അതും കൂടി ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് സൈഡിൽ വെച്ചു. So this is the final look, and the glare is because of the fan. I hope you all like it. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.